ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ ബി എസ് സി വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ തേർഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ പഠനമൊക്കെ ഒരുവിധം സെറ്റായി വരുന്നു എന്ന് വിചാരിക്കുന്നു. ഇൻ ദ സെൻസ് നമുക്ക് സിലബസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട അത്യാവശ്യം പ്രിലിംസ് പാസ്സാകാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജസിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു മോഡലുണ്ട് അല്ലേ. ഇത് തന്നെ ആകണം എന്നൊന്നും നിർബന്ധമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മളുടെ ആ സമയത്ത് നമ്മളുടെ മൈൻഡ്, നമ്മളുടെ മനസാന്നിധ്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ കൂളായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വേഗം വേഗം പഠിച്ച് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും പെൻഡിങ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഹാൾ ടിക്കറ്റ് ശരിക്കും 23rd വരേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ വർക്കിംഗ് അല്ലാതിരുന്നത് കൊണ്ടായിരിക്കണം, മൺഡേ ആയിരിക്കും ചാൻസ്. അപ്പോൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നമ്മളുടെ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ 10 മാർക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മിക്കവർക്കും പാടാകുന്ന ഒരു സംഗതിയാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നറിയാലോ. ഇതിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പല ചോദ്യപേപ്പറുകളിലായിട്ട് പല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചോദിച്ചതായിട്ട്. കേവലം ഡിഗ്രി ലെവലിൽ മാത്രമല്ല, 10th ലെവലിനും അതുപോലെ 12th ലെവലിനും, അതായത് അങ്ങനത്തെ ക്വാളിഫിക്കേഷനിൽ നടക്കുന്ന എക്സാംസിനൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ക്രോഡീകരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് മാത്രം ഒരു ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുള്ളതാണത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാം ഈ ഒരു ടൈമിൽ പഠിക്കാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഒറ്റ ഗ്ലാൻസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്, അതും ഞാൻ പലതിലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് പോലും ചോദിച്ചതും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചോദിക്കട്ടെ, അതുപോലെയൊക്കെ തന്നെ വരട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യത്തത് ഈ ലിറ്ററേച്ചറിൻ്റെ പോർഷൻസിൽ നിന്ന് മാത്രം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ആർട്സ്, സ്പോർട്സ് ഞാൻ വഴിയെ ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും ഓരോ ഏരിയ ആണ്. അപ്പോൾ തൂലികാനാമങ്ങൾ ഇത് മാത്രം, ഇത്രയും ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രം തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെയൊക്കെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കുകയാണെങ്കിൽ കുറേ പേരുടെ തൂലികാനാമങ്ങളുണ്ട്. അത്രയൊന്നും നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരുടെയെങ്കിലും തീർച്ചയായിട്ടും നോക്കി വെക്കണം. കാരണം പല തവണയായിട്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾക്ക് ഇപ്രാവശ്യം സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപരനാമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതും ചോദിച്ചു കണ്ടതും മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എക്സാമിന് മുൻപ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടവരുടെ മാത്രം, അല്ലാതെ എല്ലാവരുടെയും പഠിച്ചു വരുമ്പോഴത്തേക്കും അല്ലേ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും 2-3 കൊല്ലം എടുക്കും നമ്മളൊരു സിലബസിലെ മുഴുവൻ കാര്യം പഠിച്ചു തരാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം മതി, പരീക്ഷ പാസ്സാവാൻ മാത്രം മതി, പ്രിലിംസ് പാസ്സാവാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മലയാള പത്രങ്ങൾ, മാസികകൾ. ഇത് ന്യൂസ് പേപ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ഫാക്റ്റുകളാണ്. ഇതാണ് ഞാൻ ബേസിക്കലി ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതലും. ബാക്കി നമ്മൾ ഓരോ ഏരിയ എടുക്കുകയാണെങ്കിലും അതിൽ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ നോക്കാൻ പറ്റുന്നതും ചോദിച്ച് കണ്ടതും വേണ്ടതുമായിട്ടുള്ളത് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ. ഇത് ആക്ച്വലി കേരള ഹിസ്റ്ററിയിലെ പോർഷനിൽ നമുക്കുള്ളതാണ് പഠിക്കാൻ. പക്ഷേ ഞാനത് ലിറ്ററേച്ചറിൻ്റെ കൂടെ ഒന്ന് ഇട്ടു എന്ന് മാത്രം. എന്തായാലും ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ ചെയ്തു, അപ്പോൾ അതും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ഈ 14ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ലീലാതിലകമാണ്. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിൽ ഞാൻ കണ്ടത് ചോദ്യം എങ്ങനെയായിരുന്നു, 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കാവ്യവും അതുപോലെ തന്നെ വ്യാകരണവും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഗ്രന്ഥം എന്നോ അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് ലീലാതിലകമാണ്. അങ്ങനെ ഓരോ ഫാക്റ്റുകളുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള മനോഹര വിവരണമുള്ള കാളിദാസൻ്റെ കൃതി രഘുവംശം. ഓക്കെ, അങ്ങനെ കുറേയധികം ഫാക്ട്സ് ഞാനതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ സംഘകാല സാഹിത്യത്തെക്കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് SCERT-യിൽ സംഘകാല സാഹിത്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു മെൻഷനിങ് ഉണ്ട്. അപ്പോൾ അതായത് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക്, കാരണം സംഘകാല സാഹിത്യം അതിൽ പറയുന്നുണ്ട്. ഇത് SCERT-യിൽ അതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സംഘകാലം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫാക്ട്സ് എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫൈനൽ മൊമെൻറ്റിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇത് തന്നെ ചോദിച്ചാൽ ഭാഗ്യം. ദെൻ ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എന്താ പറയുക, ഈ സ്ഥിരം ചോദിച്ച് കണ്ടുവരുന്ന കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി അവാർഡ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി അവാർഡ്സ് ഞാനിതിൽ കൂട്ടിയിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ മാത്രം ഈ ഒരു വിഭാഗം, നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ പോലും ഇതിൽ മാത്രമായിട്ട് ഞാൻ ചെയ്യാൻ കാരണം എല്ലാം കൂടി ക്ലാഷ് ആക്കി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചിട്ടാണ്. ലിറ്റററി അവാർഡ്സിൽ വേണ്ട പ്രധാനപ്പെട്ട ചോദിക്കുന്ന എഴുത്തച്ഛൻ പുരസ്കാരം, അതും 25, 24, 23 വരെ എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി 23 വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ബാക്കോട്ടുള്ള വർഷം എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ 23ത്തെ ചോദിച്ചാൽ നമുക്ക് അത് എഴുതാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് 23 വരെ ഉള്ളതിൻ്റെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ, അതെ വയലാർ പുരസ്കാരത്തിൻ്റെയും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒപ്പം എത്രാമത്തെ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. 49th, 49ാമത്തെ, 48ാമത്തെ. കാരണം ചില സമയത്ത് ചോദ്യം ചോദിക്കുന്നത് 49ാമത്തെ വയലാർ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അറ്റ് ഗ്ലാൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓടക്കുഴൽ അവാർഡും ഇതുപോലെ പൊസിഷനിങ്ങും അതുപോലെ എന്താ പറയുക വർഷത്തെയും വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഹരിവരാസനം പുരസ്കാരം, പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാതൃഭൂമി പുരസ്കാരവും, പിന്നെ സാധാരണ നമ്മൾ കണ്ട്
വരാൻ അധികം ചാൻസ് ഇല്ലാത്ത, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ടാവില്ല, മേ ബി വൺ ടൈം എന്നുള്ള രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അത് 2025-24 മലയാളം സാഹിത്യ വിഭാഗത്തിൽ കിട്ടിയവരുടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇതിൽ നിന്നാണ് ഫസ്റ്റിൽ ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ചോദ്യം ഓർമ്മയുണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. GR ഇന്ദുഗോപന്റെ ആനോ എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു. അത് 2024 അത് ഞാനിപ്പോൾ ഇത്രയും വരെ ഉള്ളത് ജസ്റ്റ് വേണ്ടത് എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരം, ചെറുകഥയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പറയുന്ന ഇത്രയും ഭാഗമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് നോക്കി പോകണം കേട്ടോ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. കാരണം വെറുതെ ആ മാർക്സ് കളയണ്ടല്ലോ, അതിൽ നിന്ന് ഇപ്പോൾ 2-3 ചോദ്യം വന്നു കഴിഞ്ഞാൽ, കാരണം 10 മാർക്സാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന്. അപ്പോൾ അത് കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും പോർഷൻസ് നോക്കണം. ഇനി ഇത് ഇപ്പോൾ ഈ ഞാൻ തയ്യാറാക്കിയ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെവൽ 1 മെമ്പർഷിപ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എടുത്താൽ മതി. അതെടുക്കാനൊന്നുമില്ല, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ നോട്ട്സ് കിട്ടും. ഇതിൻ്റെ മാത്രമല്ല, ഞാൻ ഇതിനു മുൻപ് മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, IT, അതുപോലെ മാത്സ് ഫോർമുല ഷീറ്റ് പോലത്തെ ഒക്കെ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻസിനാണെങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വേണ്ട കുറച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വിക്ക് റീക്യാപ്പ് നോട്ട്സ് പോലത്തെ പ്രിപ്പയർ ചെയ്ത് അതിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ടൈമിലും ഹെൽപ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. പിന്നെ ഈ മെമ്പർഷിപ്പ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതാവേണ്ട, ഇതെപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലിങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ജസ്റ്റ് ഈ യൂട്യൂബ് ചാനലിൻ്റെ എന്താ പറയുക സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് ജോയിൻ എന്നുള്ളതുണ്ട്, അതിൽ ലെവൽ 1 ചെയ്താലും മതി. ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത പക്ഷം എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡ് എന്നുള്ളതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഇത് രണ്ടും കിട്ടാത്ത പക്ഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ അച്ഛൻ്റെ സ്പോർട്സിൻ്റെ വഴിയെ ഞാൻ വേണ്ടത് മാത്രം സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നോക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇടുന്ന നോട്ട്സൊക്കെ പല ചോദ്യ പേപ്പറുകളിലായിട്ട് കണ്ടതും ഇതാക്കിയതും വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ എക്സാക്റ്റ് വരണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്, ഇതൊക്കെ വന്നാൽ നല്ലതെന്ന്. കാരണം പലതിലും ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ബാക്കിയുള്ള നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും. എന്തായാലും ആ ഇട്ട നോട്ട്സിന് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് സ്റ്റേജിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനത്തെ നോട്ട്സ് ഞാൻ എന്താണ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് അതിലിടുള്ളൂ. കാരണം അത് ഇതുവരെ ആക്സസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ലഭിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.